ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, തൃത്വനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ സ്നാപകന്റെ ജനം മലങ്കര ഓർത്തഡോക്സ് സഭ ശിശുദിനമായി ആചരിക്കുന്നു. ഇന്നത്തെ ഏവെങ്കിലും ഭാഗം നമ്മൾ ഓരോരുത്തർക്കും 3 ശക്തമായ ആത്മീയ പാഠങ്ങൾ നൽകുന്നു. 1. നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. എലിസബത്ത് യോഹന്നാനെ പ്രസവിച്ചപ്പോൾ ദൈവം കാണിച്ച മഹാകരുണയെ കണ്ട് അയൽക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു. അതുപോലെ നമ്മുടെ ജനനവും കുടുംബത്തിലും സഭയിലും സന്തോഷവും പ്രത്യാശയും ദൈവകൃപയും കൊണ്ടുവരുന്നു. നമ്മൾ സാധാരണക്കാരല്ല, ദൈവത്തിന് അത്യന്തം വിലപ്പെട്ടവരാണ്. ക്രിസ്തു തന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ തന്റെ അടുക്കലേക്ക് കടന്നു വരാൻ ശ്രമിച്ച കുഞ്ഞുങ്ങളെ തറഞ്ഞ ശിഷ്യന്മാരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയില്ല എന്ന് പറഞ്ഞത് നാം ഓർക്കണം. 2. നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയുണ്ട്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 59 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും കുട്ടിയുടെ പേർ സ്കറിയ എന്ന പേർ നിർദ്ദേശിച്ചപ്പോൾ അവന്റെ മാതാവ് എലിസബത്ത് അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കൃപ കാണിച്ചവൻ. ഓരോരോ കുട്ടിക്കും ഒരു പ്രത്യേക വ്യക്തിത്വമുണ്ട്. ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ച ഒരു ദൈവഹിതവുമുണ്ട്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എറിക് ബൺ ഇപ്രകാരം പറയുന്നു: എവറി ചൈൽഡ് ഇസ് ബോൺ as prince and princess, but the parents makes them frogs. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിർപ്പുകളല്ല, അവർ ദൈവം സൃഷ്ടിച്ച ദൗത്യവാഹകരാണ്. യോഹന്നാൻ മത്തായിയുടെ ജനനത്തിൽ ജനങ്ങൾ ചോദിച്ചു, ഈ പൈതൽ എന്താകും? അതെ, ഇന്നും ഈ ചോദ്യം സമൂഹം ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവത്തിന്റെ കൈകളിൽ ഞങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുമോ? 3. കുട്ടികളായ നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടവരായി വളരേണ്ടതാണ്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 80-ാം വാക്യം. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമ്പോൾ ആത്മാവിൽ ബലപ്പെടാത്ത ജീവിതങ്ങൾ പലപ്പോഴും പ്രതിസന്ധികളിൽ തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നു. ആയതിനാൽ നാം ഓരോരുത്തരും ആത്മാവിൽ ബലപ്പെട്ട് വളരണം. ആത്മാവിൽ ബലപ്പെട്ട് വളരാൻ നമുക്ക് എങ്ങനെ കഴിയും? 1. ദൈവത്തിനോട് ദിവസവും പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക, ദൈവവചനത്തെ സ്നേഹിക്കുക, മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുക, സത്യസന്ധരാകുക, കരുണയും സ്നേഹവും കാണിക്കുക, തെറ്റായ ശീലങ്ങളും തെറ്റായ കൂട്ടായ്മകളും ഒഴിവാക്കുക, വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക. അങ്ങനെ ആത്മാവിൽ ബലപ്പെടുന്ന നാം ഓരോരുത്തരും ഭവനത്തിലും സഭയിലും സമൂഹത്തിലും ഒരു അനുഗ്രഹമായി മാറുന്നു. ഈ ശിശുദിനത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവം സ്നേഹിച്ചവരും ദൈവഹിതമുള്ളവരും ആത്മാവിൽ ബലപ്പെട്ടവരായി വളരാൻ വിളിക്കപ്പെട്ടവരുമാണ്. യോഹന്നാൻ സ്നാപകനെ പോലെ മാതാപിതാക്കളെ, കുട്ടികളെ പ്രാർത്ഥനയോടും പ്രോത്സാഹനത്തോടും ക്രിസ്ത്യ മൂല്യങ്ങളോടും കൂടെ വളർത്തുക. അവർ ക്രിസ്തുവിന്റെ വെളിച്ചമായി തിളങ്ങാൻ സഹായിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ജ്ഞാനത്തിലും കൃപയിലും പരിശുദ്ധാത്മാവിലും വളർന്ന് പ്രകാശിക്കാൻ സഹായിക്കട്ടെ. ഏവർക്കും ശിശുദിന ആശംസകൾ.